أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا മുഹീദ്ദീൻമാല പഠനം മുഹീദ്ദീൻമാലയിലെ 125 മുതലുള്ള വരികളാണ് നാം ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 125ാമത്തെ വരി നമുക്ക് ഇങ്ങനെ വായിക്കാം. ഉണർച്ചയിലുണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കീനവാക്കി കാട്ടിക്കളഞ്ഞോവർ. ഉണർവിൽ ചെയ്യാൻ വിധിക്കപ്പെട്ട പാപത്തെ ശൈഖ് അവർകൾ സ്വപ്നത്തിലാക്കി കൊടുത്തു. അതായത് ശൈഖ് അവറുകളുടെ ഒരു സേവകന്, ഒരു ഖാദിമിന് 70 തവണ ഒരു രാത്രിയിൽ സ്ഖലനമുണ്ടായി. ഓരോ പ്രാവശ്യവും പരിചയമുള്ളവരും അല്ലാത്തവരുമായ ഓരോ സ്ത്രീകളുമായുള്ള ബന്ധപ്പെടുന്നതായി കണ്ടത്. പ്രഭാതമായപ്പോൾ അദ്ദേഹം പരാതി പറയാൻ ശൈഖ് അവറുകളെ സമീപിച്ചു. എന്നാൽ താൻ അങ്ങോട്ട് കാര്യം പറയും മുമ്പ് ശൈഖ് അവറുകൾ ഇങ്ങോട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി നിനക്കുണ്ടായ സ്ഖലനത്തെക്കുറിച്ച് നീ വിഷമിക്കണ്ട. ഞാൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്റെ പേരിലേക്ക് നോക്കിയപ്പോൾ ഇന്ന സ്ത്രീകളുമായി നീ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ആ വ്യഭിചാരം ഉണർച്ചയിൽ നിന്ന് സ്വപ്നത്തിലേക്കാക്കാൻ അള്ളാഹുവിനോട് ഞാൻ ആവശ്യപ്പെട്ടു. അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് ബഹജത്തുൽ അസ്റാറിന്റെ 100ാമത്തെ പേജ് നോക്കിയാൽ കാണാൻ കഴിയുന്ന സംഭവം. അപ്പൊ ഒരു ചോദ്യം, വിമർശകരുടെ വാക്കുന്ന ഒരു ചോദ്യം, എന്ത്, മഹാന്മാർക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കാൻ കഴിയുമോ? ഉണർച്ചയിൽ സംഭവിക്കാൻ പോകുന്നത് ഉറക്കിലാക്കാൻ സാധിക്കുമോ എന്നൊക്കെ സംശയം വിമർശകരിൽ നിന്നുണ്ടാകാം. അതിന് നമുക്ക് മാലയുടെ 39ാമത്തെ വരി, ആ വരിയുടെ വിശദീകരണത്തിൽ നമുക്കതിന് മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. മാലയുടെ 39ാമത്തെ വരി എന്താണ്? 39ാമത്തെ വരിയിൽ പറയുന്നത്, എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹിലാതെന്നോവർ എന്ന ആ 39ാമത്തെ വരിയുടെ വിശദീകരണത്തിൽ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഉണർവിലുണ്ടാകാൻ പോകുന്നത് ഉറക്കിലുണ്ടാകുമോ എന്നതാണ് അടുത്ത സംശയം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തന്റെ സ്വന്തം മകനെ അറുക്കണമെന്ന നിർദ്ദേശം അല്ലാഹു തആല നൽകുന്നത് എങ്ങനെയാണ്? സൂറത്ത് സോഫാത്തിന്റെ 102ാമത്തെ ആയത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്? ആ 102ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹാഷിയത്ത് സ്വാവിയിൽ 2 സാധ്യതകൾ പറഞ്ഞത് കാണാം. ഒന്ന്, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു. 2, ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കൽപ്പിക്കപ്പെട്ടു. അന്നി അദ്ബഹുക ഫിൽ മനാമി. അതിന് 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഞാൻ നിന്നെ അറുക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു, അല്ലെങ്കിലോ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സാധ്യത പ്രകാരം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് അറുക്കണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം സ്വപ്നം വഴി നടന്നു കഴിഞ്ഞു. ഒന്നാമത്തെ സാധ്യത പ്രകാരം, അതായത് സ്വപ്നത്തിൽ കൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുത്തു. ഇവിടെ ഉണർവിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം ഉറക്കിൽ ചെയ്യുന്നതായി കണ്ടു എന്നതാണ് നമ്മുടെ തെളിവ്. കണ്ടോ? അപ്പൊ ഉണർവിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ഉറക്കിൽ ചെയ്തു, അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടു.
ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇസ്മായിൽ നബി അലൈഹിസ്ലാമിനെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കൂടി കണ്ടു എന്നതിലേക്ക് സൂറത്ത് സോഫാത്തിന്റെ 105-ാമത്തെ വചനം സൂചന നൽകുന്നുണ്ട്. ഇബ്രാഹിം താങ്കൾ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇത് 105-ാമത്തെ സൂറത്ത് സോഫാത്തിന്റെ 105-ാമത്തെ വചനം അങ്ങനെ പറയുന്നു. ഈ വിവരണത്തിന് ഹാഷിയത്ത് സ്വാവി സൂറത്ത് സോഫാത്തിന്റെ വിശദീകരണം ഹാഷിയത്ത് സ്വാവി നോക്കിയാൽ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇനി 126-ാമത്തെ വരി നമുക്ക് വായിച്ചു നോക്കാം. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ ഫറിച്ചെറിഞ്ഞിട്ടോവർ. അതായത് ശൈഖ് അവറുകളെ ഭയപ്പെടുത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന ജിന്നുകളെ ഒട്ടും ഭയക്കാതെ മഹാനവറുകൾ തട്ടിമാറ്റി. ജിന്നുകൾ പാമ്പിന്റെ രൂപം, ആ പാമ്പിന്റെ രൂപത്തിൽ രൂപം മാറുമോ എന്നൊരു പക്ഷേ സംശയിച്ചേക്കാം. ഇതിന് ധാരാളം തെളിവുകളുണ്ടെങ്കിലും ഒരൊറ്റ തെളിവ് ഉദ്ധരണി മാത്രം. എവിടെ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ്. അവരുടെ മാസ്റ്റർ പീസായ തുഹ്ഫത്തുൽ മുഹ്താജിനെ പണ്ഡിത ലോകത്തിന് അതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രയും സുവ്യക്തമായ നിലക്ക് പണ്ഡിതന്മാർക്ക് വളരെയേറെ പരിചയമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. ആ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നത് കാണാം. എന്താണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നത്? തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 7-ാം വാല്യം 347-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. അൽ ജിന്നു അജ്സാമുൻ ഹവായിയത്തുൻ അവി നാരിയത്തു അയഗ്ലിബു അലൈഹിം ദാലിക ഫഹും മർകൂബൂന മിനൽ അനാസിറിൽ അർബഅതി. എന്നിട്ട് പറയാണ് ഫലഹും ഉഖൂലുൻ വഹും യഖ്ദിറൂന അല തശക്കുലി ബിഅശ്കാലി മുഖ്തലിഫ വഅലൽ അഅമാലി ശാഖത്തി ഫി അസ്റഇ സമനിൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയാണ്, തീയ് അല്ലെങ്കിൽ വായു ഇവയുടെ അംശങ്ങൾ മികച്ചു നിൽക്കുന്ന ശരീരമാണ് അവരുടേത്. അപ്പോൾ വായു, മണ്ണ്, വെള്ളം, തീ എന്നീ 4 മൂലകങ്ങളാൽ നിർമ്മിതമായവരാണ് ജിന്നുകൾ. അവർക്ക് ബുദ്ധിയും ഗ്രാഹ്യശേഷിയും ഉണ്ട്. വിഭിന്ന രൂപങ്ങൾ പ്രാപിക്കാനും രൂപം മാറാനും ബുദ്ധിമുട്ടുള്ള ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനും കഴിവുള്ളവരാണ് അവർ. ആര്? ജിന്നുകൾ. അപ്പൊ ജിന്നുകൾക്ക് അതിനെല്ലാം കഴിയും. എന്തിന്? അപ്പോ പാമ്പിന്റെ രൂപത്തിൽ വരാൻ കഴിയും, വ്യത്യസ്തമായ വിവിധ രൂപങ്ങൾ വരാൻ ജിന്നുകൾക്ക് സാധിക്കും. ഇതാരാ പറയുന്നത്? അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മുഹ്താജിലാണ് പറയുന്നത്. ഇനി 127-ാമത്തെ വരി. ജിന്നോരു ഫൈതലെ കൊണ്ടു പോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ച് അതിനെ കൊടുത്തോവർ. ജിന്ന് ഒരു കുട്ടിയെ തട്ടിയെടുത്തപ്പോൾ ശൈഖ് അവറുകൾ ഇടപെട്ട് ജിന്നിനെ വരുത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി. അപ്പൊ ഒരു സംശയം ചോദിച്ചേക്കാം, ഉയർന്നേക്കാം. മനുഷ്യന് ജിന്നുകൾ വഴിപ്പെടുമോ? ഈ ജിന്നുകൾ മനുഷ്യന്മാരെ വഴിപ്പെടുമോ? മനുഷ്യരെ അനുസരിക്കുമോ? കാരണം ശൈഖ് അവറുകൾ മനുഷ്യവർഗത്തിൽപ്പെട്ടതാണല്ലോ. അപ്പൊ ജിന്നുകൾ മനുഷ്യരെ അനുസരിക്കുമോ, വഴിപ്പെടുമോ? ഒട്ടും സംശയിക്കേണ്ടതില്ല. കാരണം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ജിന്നുകൾ സേവനം ചെയ്തതായി പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്ത് സ്വാദിന്റെ 37-ാമത്തെ വചനം നോക്കിയാം. ശൈത്വാനെ അധീനമാക്കി കൊടുത്തു എന്നാണ് ആയത്തിലുള്ളത്. ജിന്നുവർഗത്തിലെ മോശപ്പെട്ടവരാണ് ശൈത്വാന്മാർ, പിശാചുക്കൾ. അപ്പൊ അങ്ങനെ മനുഷ്യവർഗത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ജിന്ന് ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു, വഴിപ്പെടുന്നു. ഇത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമില്ലേ? അപ്പൊ ജിന്നുകൾ മനുഷ്യരെ അനുസരിക്കുമോ? അനുസരിക്കും. അത് പ്രാമാണികമായിട്ട്
അതിശയോക്തിയുള്ള കാര്യം അല്ല എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.